കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ കടലിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതമിനായി 10ാം ദിനവും തെരച്ചിൽ തുടരുന്നു. കൊച്ചിയിൽ നിന്ന് എത്തിയ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ തെരച്ചിൽ തുടരുകയാണ്. ബോട്ട് അപകടത്തിൽപ്പെട്ട സ്ഥലത്താണ് നേവിയുടെ പരിശോധന. താപനിലയത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു ബോഡി പോലെ കണ്ടതായിട്ട് ഒരു ഒബ്സർവേഷൻ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് ബോട്ടയക്കും. ഒപ്പം ആലപ്പുഴയുടെ ഒരു ഏരിയ ആയതുകൊണ്ട് ആലപ്പുഴ ജില്ലാ കളക്ടറോട് സഹായം ആവശ്യപ്പെടുകയും അവരുടെ ബോട്ട് സർവീസ് നമുക്ക് എടുക്കുകയും ചെയ്യും. അപ്പം എവിടൊക്കെയാണോ സസ്പെക്ട് ചെയ്യുന്ന ആ പോയിന്റിലെല്ലാം തന്നെ ആവശ്യമായ റെസ്ക്യൂ മെക്കാനിസം എൻഷുർ ചെയ്യുകയും നമ്മളുടെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്നും, കോസ്റ്റൽ പോലീസിന്റെ ഭാഗത്തു നിന്നും, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും, അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തും ഗവൺമെന്റ് ഓവറോൾ കോർഡിനേഷൻ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് കാലാവസ്ഥ നമുക്ക് ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മാക്സിമം നമുക്ക് കവറിയും അത് തുടർ ദിവസങ്ങളിൽ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇന്നത്തെ ഓപ്പറേഷൻസിന് ശേഷം തീരുമാനിക്കാം. ആന്റണി ജിസ്റ്റോർജുണ്ട വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും ഗൗതമിനായുള്ള തെരച്ചിൽ തുടരുകയാണ്. നാവികസേനയിലെ തന്നെ മുങ്ങൽ വിദഗ്ധരടക്കം സംഘത്തിലുണ്ട്. ഏത് രീതിയിലാണ് പരിശോധന അടക്കം പുരോഗമിക്കുന്നത്? തീർച്ചയായും രാവിലെ തുടങ്ങിയ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. നാവികസേനയുടെ സംഘം നേരത്തെ തന്നെ രാവിലെയോടുകൂടി തന്നെ നീണ്ടകരയിലേക്ക് എത്തിയിരുന്നു. ആ ഭാഗത്ത്, അതായത് ബോട്ട് മുങ്ങിയ ഭാഗം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് പ്രധാനമായും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ നടത്തുന്നത്. അവിടെ കല്ല് അടക്കമുള്ള ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് ആണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കരയിൽ നിന്നൊരു 2 നോട്ടിക്കൽ മൈൽ ദൂരം, അതാണ് പരിശോധിക്കുന്നത്. രാവിലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ സംസാരിച്ച ജില്ലാ കളക്ടറാണ്. ജില്ലാ കളക്ടർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ, അതായത് സംശയമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഗൗതം എത്തിപ്പെടാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും ഈ പരിശോധന നടത്തും എന്നുള്ളതാണ്. ഈ നേവി സംഘത്തിന് പുറമെ കോസ്റ്റ് ഗാർഡിൻ്റെ പരിശോധനയും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറൈൻ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പരിശോധന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്കൊപ്പം എല്ലാം മത്സ്യത്തൊഴിലാളികളുമുണ്ട്. അങ്ങനെ വിപുലമായൊരു പരിശോധന നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ആ മേഖലയിലെല്ലാം പോയി തന്നെയുള്ള പരിശോധന പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഊർജിതമായൊരു പരിശോധനയാണ് നടന്നു വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ജില്ലാ കളക്ടർ ആനി ജൂലി തോമസ് ഈ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. നേരത്തെ അവർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററുകളുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ ഇന്നലെ വരെയൊക്കെ ഈ ഹെലികോപ്റ്ററുകൾ കൊച്ചിയിൽ വന്ന് ഇന്ധനം നിറച്ച ശേഷമാണ് ഈ വീണ്ടും തെരച്ചിലിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ കൊല്ലം ആശ്രമം മൈതാനത്ത് ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാനും അവിടെ വെച്ച് ഇന്ധനം നിറയ്ക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ വ്യോമയാന ഇന്ധനം കൊച്ചിയിൽ നിന്ന് പ്രത്യേകം ടാങ്കർ ലോറികളിൽ ഇവിടേക്ക് എത്തിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ തെരച്ചിൽ വളരെ ഊർജിതമായി തന്നെ തുടരുകയാണ്. അതേസമയം കാലാവസ്ഥ ചില ഘട്ടങ്ങളിലെങ്കിലും പ്രതിസന്ധി ആകുന്നുണ്ട്. മഴയുണ്ട് എന്നുള്ളതായി തന്നെയാണ്. ഇന്നലെ ഈ മഴയും കാറ്റിനെയും തുടർന്ന് തെരച്ചിൽ കാര്യമായി നടത്താൻ കഴിഞ്ഞില്ല. പിന്നീട് നേവിയുടെ സഹായം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നേവി ഇവിടേക്ക് എത്തിയത്. ഏതായാലും നേവിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നടക്കുന്നത്. പ്രത്യേകിച്ച് ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടുള്ള പരിശോധനയാണ് നേവി നടത്തുന്നത്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.